നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഹാത്രാസ് ദുരന്തത്തിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് ഭോലെ ബാബ. ഹാത്രാസ് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് ജീവൻ നഷ്ടമായതിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് ഭോലെ ബാബ. താൻ വിഷാദത്തിലാണെന്നും ജുഡീഷ്യറിയിൽ വിശ്വാസം അർപ്പിക്കാൻ ദുരിതബാധിതരായ കുടുംബങ്ങളോട് അഭ്യർത്ഥിക്കണമെന്നും സൂരജ് പാൽ സിംഗ് എന്ന ഭോലെ ബാബ പറയുന്നു. അതിനിടെ ജൂലൈ 2-ന് 121 പേരുടെ മരണത്തിനിടയാക്കിയ ഹാത്രാസ് തിക്കിലും തിരക്കിലും പെട്ട മുഖ്യപ്രതി ദേവ് പ്രകാശ് മധുക്കർ വെള്ളിയാഴ്ച രാത്രി ഡൽഹിയിൽ പോലീസിന് മുൻപിൽ കീഴടങ്ങി. തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ശനിയാഴ്ച പ്രാദേശിക കോടതിയിൽ ഹാജരാക്കും. കാപ്പ കേസ് പ്രതിക്ക് പാർട്ടി അംഗത്വമോ മുദ്രാവാക്യം വിളിച്ച് മന്ത്രി വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് CPM വിവാദത്തിൽ. മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPM മാലയിട്ട് സ്വീകരിച്ചത്. സ്വീകരണ പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. കാപ്പ കേസിലും മറ്റ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ശരൺ ചന്ദ്രൻ. പുതിയതായി 60ഓളം പേരെ പാർട്ടിയിലേക്ക് ചേർത്ത പരിപാടിയിലാണ് ശരൺ ചന്ദ്രനും പങ്കെടുത്തത്. AKG സെന്റർ ആക്രമണ കേസിൽ സുഹേലിന്റെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതി സുഹേൽ ഷാജന്റെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. പോലീസ് കസ്റ്റഡി അവസാനിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. വാദം നടക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്ന് പറഞ്ഞ പ്രതിയോട് ഇരിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. BJPയിലേക്ക് പോകില്ല. സുരേഷ് ഗോപിയുമായി നടത്തിയ ആശയവിനിമയം മന്ത്രി എന്ന നിലയിൽ മാത്രം. തൃശൂർ മേയർ MK വർഗീസ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുപടിയുമായി തൃശൂർ മേയർ MK വർഗീസ്. മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് സുരേഷ് ഗോപിയുമായി നടത്തിയതെന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതില്ലെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. താൻ ഇടതുപക്ഷത്തിനും CPIM-നൊപ്പമെന്ന് തൃശൂർ മേയർ പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തരാഖണ്ഡിൽ താൽക്കാലിക പാലം തകർന്ന് 2 തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ടു. 40ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. ഉത്തരാഖണ്ഡിൽ താൽക്കാലിക പാലം തകർന്ന് 2 തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ടു. 40ഓളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഗംഗോത്രിക്ക് സമീപം ഗോമുഖ് പാതയിൽ ചാർധാം തീർത്ഥാടകർക്ക് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയ പാലമാണ് തകർന്നത്. ഗംഗോത്രിയിൽ നിന്നും 9 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. പാലം മുറിച്ചു കടക്കുകയായിരുന്ന 2 തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ടു. പാലം തകർന്നതോടെ 40-ലധികം തീർത്ഥാടകർ കുടുങ്ങി. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കാനാകില്ല. നീറ്റ് വിവാദത്തിൽ സത്യവാങ്മൂലവുമായി NTA. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പട്നയിലും ഗോത്രയിലും മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കാനാകില്ലെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഗോത്രയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് തുഷാർ ഭട്ടിയുടെ സഹായത്തോടെയാണ് ക്രമക്കേട് നടന്നത്. രാജ്യത്ത് മറ്റിടങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ ആൾമാറാട്ടങ്ങളെ കുറിച്ചാണ്. സുതാര്യത ഉറപ്പാക്കി തന്നെയാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ CBI അന്വേഷണം നടത്തുകയാണെന്നും NTA അറിയിച്ചു. കോഴിക്കോട് വീണ്ടും 14 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു.
കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഉടൻ തന്നെ കുട്ടി ചികിത്സ തേടിയതാണ് ആരോഗ്യസ്ഥിതി വഷളാകാതെ കാത്തത്. BSP തമിഴ്നാട് അധ്യക്ഷൻ ആംസ്ട്രോങ്ങിനെ ചെന്നൈയിൽ വെട്ടിക്കൊന്നു. മായാവതിയുടെ പാർട്ടിയായ ബഹുജൻ സമാജ് പാർട്ടി തമിഴ്നാട് പ്രസിഡന്റ് ആംസ്ട്രോങ്ങിനെയാണ് കൊലപ്പെടുത്തിയത്. വെള്ളിയാഴ്ച ചെന്നൈയിലെ പെരമ്പൂരിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം അജ്ഞാതരായ 6 പേർ വെട്ടിക്കൊലപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ആംസ്ട്രോങ്ങിനെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും റോഡിൽ വെച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. സെംബിയം പോലീസ് പരിധിയിൽ വെച്ചാണ് ആംസ്ട്രോങ് ആക്രമിക്കപ്പെട്ടത്. പ്രതികളെ പിടികൂടാനായി തീവ്രമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.